അപ്പോൾ ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ചന്ദനത്തിരി എന്തിനാണ് കത്തിച്ച് വെക്കണമെന്നല്ലേ, അടുക്കളയിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച്. കറണ്ട് ഇല്ല കേട്ടോ, അതാ വെളിച്ചമില്ലാത്തത്. സാധാരണ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് നമുക്ക് പിറ്റേന്ന് വരെ വീട്ടിൽ തോന്നും കേട്ടോ. പക്ഷേ ഇപ്പോൾ കത്തിച്ച് വെച്ചത് അതിനല്ല. ചീമക്കൊന്ന ചീഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണെന്ന് പറയുന്നത് ശരി തന്നെ കേട്ടോ. അടുത്തേക്ക് പോകാൻ വയ്യ. കുറേ ദിവസമായി ഈ ചീമക്കൊന്നൻ്റെ മരക്കഷ്ണം അവിടെ കിടക്കണേ. നമ്മളെ വീട്ടിലല്ല കേട്ടോ, അടുത്ത വീട്ടിൽ. അപ്പോൾ താത്താനോട് ചോദിച്ചപ്പോൾ എടുത്തോളാം പറഞ്ഞ്. കുറേ ദിവസമായിക്കണ് ചോദിച്ചിട്ട്, പക്ഷെ ഇന്നാണ് ഞാൻ എടുത്തിട്ട് വന്നത്. അങ്ങനെ അത് മുഴുവൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഒരതി കഴുകി ഇതാ അടുപ്പൊക്കെ കത്തിച്ച് ഉണക്കാൻ കേട്ടോ. ഞാൻ അടുപ്പ് കത്തിക്കലില്ല, അപ്പോൾ ഇന്നിപ്പോൾ അത് ഉണക്കാൻ വേണ്ടി കത്തിച്ചതാണ്. പിന്നെ ക്ഷമ എന്ന് പറഞ്ഞ സാധനം തീരാനില്ല. ഒന്നാമത്തത് എന്താ വെച്ചാൽ 2 ദിവസം അവിടെ കഴുകി വെച്ചാൽ ഉണങ്ങിക്കോളും. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. ചെടിൻ്റെ കാര്യത്തിൽ അതെന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതാ ഒരു ചട്ടി എടുത്ത് അതിലൊരു വെള്ളം ഇറക്കി വെച്ചിട്ട് അതിലാണ് വെക്കണേ. എന്താണെന്ന് വെച്ചാൽ മണ്ണിലാവുമ്പോൾ നമ്മൾ പിന്നെ വേര് പിടിച്ചതിന് ശേഷം അകത്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടന്ന് പോകും. അപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ച് അത് അങ്ങോട്ട് തിരിച്ചത് ഈ ഒരു മണി പ്ലാന്റാണ് വെക്കുന്നത്. അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ലാസ്റ്റ് അത് പൊട്ടിച്ചപ്പോൾ സമാധാനമായി. പിന്നെ എന്താട്ടി അതൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് രണ്ടാമത്തെ വേറെ ചട്ടി എടുത്ത്. ഇതിൻ്റെ കുട്ടികളും മൈലാഞ്ചി ഉണ്ടാക്കുന്ന ചട്ടി കേട്ടോ, ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കണതാണ്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അതിൽ വെച്ചതാ ലാസ്റ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി.